വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി. കുന്നോത്തുപറമ്പ് മുളിയാത്തോട് അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം പാനൂർ കൂത്തുപറമ്പ് ഏരിയ പല സന്ദർഭങ്ങളിലും പല സംഘർഷങ്ങളും ഉണ്ടായ പ്രദേശമാണ്. എന്നാൽ ഒരു സംഘർഷവുമില്ലാതെ അങ്ങേയറ്റം സമാധാനപരമായ ജീവിതമാണ് ആ മേഖലയിലാകെയുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും ഭിന്നതകളൊന്നുമില്ല. അവിടുത്തെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും CPIM നേരത്തെ തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും പങ്കാളിത്തം ഈ കാര്യത്തിലുണ്ട്. ആ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു പൊതു അഭിപ്രായം പറയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് മുളിയാത്തോട് ഇന്ന് പുലർച്ചെ സ്ഫോടനമുണ്ടാകുന്നത്. ആ സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. 3 ആളുകൾ ചികിത്സയിൽ ആശുപത്രിയിലാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPIMന്റെ പാനൂർ ഏരിയ കമ്മിറ്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പി CPM പാനൂർ ഏരിയ കമ്മിറ്റി ഇന്ന് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തരാനുള്ള ഏർപ്പാട് ചെയ്യാം. വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ട്, ചിലപ്പം പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഞങ്ങളെ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സ്ഫോടനത്തിൽ CPMന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഉത്തരവാദിത്വവുമില്ല. CPM പ്രവർത്തകരുമായി ചില സംഘർഷങ്ങൾ നേരത്തെ ഉണ്ടായതിനെ തുടർന്ന് CPM അകറ്റി നിർത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനത്തിൽപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുമായിട്ട് ഇവർക്ക് ബന്ധമില്ല എന്നുള്ളതും പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകൾ നടത്തിയിട്ടുള്ള ബോംബ് നിർമ്മാണം, അതിൻ്റെ ഭാഗമായുണ്ടായ സ്ഫോടനം CPMന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് ആവർത്തിച്ച് UDFന്റെ നേതൃത്വം ഈ ഒരു നിലപാട് പറയുകയാണ്. ഈ പ്രചരണത്തിൻ്റെ മുൻപന്തിയിലേക്ക് സ്ഥാനാർത്ഥി വരാൻ പാടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിന് മുമ്പും ജനങ്ങളിലുള്ള സൗഹൃദം, സാഹോദര്യബന്ധം, സമാധാനപരമായ അന്തരീക്ഷം എല്ലാ പാർട്ടികളും ചേർന്ന് നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന് ആരും മാറി നിൽക്കാൻ പാടില്ലാത്തതാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അവിടെ ഉയർന്നു വന്ന സമാധാന അന്തരീക്ഷത്തിന് വിരുദ്ധമായി ഇത്തരം പ്രതികരണങ്ങൾ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തുന്നത് ഉചിതമായ നടപടിയല്ല.
BJPയും ഈ പ്രചരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം CPMൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതുപോലുള്ള സംഭവങ്ങളെ അങ്ങനെ സമീപിക്കുന്നത് ശരിയല്ല. CPM അങ്ങനെയല്ല പ്രശ്നത്തെ കാണുന്നത്. CPMന് ബന്ധമില്ല ഈ സംഭവത്തിൽ. മാത്രമല്ല പല സംശയങ്ങളും ഭീതിയും ജനങ്ങളിൽ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനമായി മുൻകൈയെടുത്തത് UDF തന്നെയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി നടത്തിയ പത്രസമ്മേളനവും ആ ദിശയിലൂടെയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണം ഈ സംഭവത്തെപ്പറ്റി പോലീസ് നടത്തണം. ഏത് സാഹചര്യത്തിലാണ് ഇതുണ്ടായത് എന്നുള്ളത് അവർ കണ്ടെത്തണം. ഇതിൽ ആർക്കെല്ലാം പങ്കാളിത്തമുണ്ടായി എന്നുള്ളതും പോലീസിൻ്റെ പരിശോധനയിൽ തെളിയേണ്ടതാണ്. പോലീസ് ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് CPM ആവശ്യപ്പെടുകയാണ്, ഇവിടെ നടന്ന സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവന്ന് ജനങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കണം. ഇത് സംബന്ധിച്ച് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ പ്രതികരണം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാനൂർ സംഭവം നടന്നിട്ടുള്ള പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു കാരണവശാലും ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ വളരെ സമാധാനപരമായ നിലപാട് സ്വീകരിക്കണം. UDFും BJPയും പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആരംഭിച്ചിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രകോപനത്തിലും പെടാതെ സമാധാന അന്തരീക്ഷം നിലനിർത്തി സമാധാനപരമായ അന്തരീക്ഷത്തിൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 26 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ കഴിയണം. ഈ തെറ്റായ കള്ളപ്രചാര വേലകൾക്ക് ഈ ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയുക തന്നെ ചെയ്യും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഫോടനത്തിൽ പരിക്കേറ്റവരും മരിച്ചവരും ഒക്കെ CPMനെതിരായും പല അവസരങ്ങളിലും ഭീഷണമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇവരാരും CPMവുമായി അടുത്ത ബന്ധമുള്ളവരെയല്ല. നേരത്തെ പാർട്ടിയായിട്ടൊക്കെ ബന്ധമുള്ളവരാണെങ്കിലും പാർട്ടി അംഗത്വമോ പാർട്ടിയായിട്ടുള്ള അടുത്ത ബന്ധമോ ഉണ്ടായിരുന്നവരല്ല. അങ്ങനെ കൃത്യമായി പാനൂരിലെ കാര്യമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പാർട്ടി ഇവര് ഒരു അരാഷ്ട്രീയ സംഘമായി പ്രവർത്തിക്കുകയാണ്. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ഇടപെടുന്ന രീതികളൊക്കെ ഇവരുടെ ഒരു സ്വഭാവമാണ്. അതൊന്നും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മാറ്റി നിർത്തുക എന്ന നിലപാടാണ് പാർട്ടി അവിടെ മാത്രമല്ല എല്ലായിടത്തും സ്വീകരിച്ചു വരുന്നത്. പുറത്താക്കാൻ ആരും അല്ലല്ലോ, പാർട്ടിയിലുണ്ടാണ്ട് ഇല്ലല്ലോ. ഒരു അംഗത്വം ഇല്ലാത്തവരാണ് ഇവരെല്ലാവരും. അല്ല, പാർട്ടിയായിട്ട് ബന്ധമുള്ള പല രീതിയിൽ ആളുകളുണ്ടാവും. പാർട്ടിയുമായി സഹകരിച്ച് നിൽക്കുക, പാർട്ടിയുമായിട്ട് അനുഭാവം പുലർത്തുക, പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്ന ആളുകളെയാണ് പാർട്ടിക്ക് പുറത്താക്കാൻ കഴിയുക, അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കാൻ കഴിയുക. പാർട്ടിയുമായിട്ട് അകന്ന ബന്ധത്തിൽ നിൽക്കുന്ന ആളുകൾ പുറത്താൻ കഴിയും. എന്നാൽ അവർ ചെയ്യുന്ന നിലപാടുകൾ പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്താണെങ്കിൽ അവരുമായിട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കും. അതിവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും തെറ്റായ രീതികൾ അതിനെ പിന്തുണക്കാൻ കഴിയുന്നതല്ല. അവർക്ക് അതിനു മുമ്പ് ചില സമയത്ത് ചില അകന്ന ബന്ധങ്ങളുണ്ടാവും. ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി. നേരത്തെ അല്ലേ അത്? അല്ല, ആ ബന്ധം പാർട്ടി അനുഭാവമാണ്. അത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. CPMലെ അംഗത്വം നൽകുന്ന പ്രൊസീഡിങ്സ് അറിയാമെങ്കിൽ അങ്ങനെ ചോദിക്കുമായിരുന്നില്ല. CPMൽ അംഗത്വം ലഭിക്കണമെങ്കിൽ അതിന് നിരവധിയായ നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, സ്ഥാനാർത്ഥി നാട്ടുകാരനല്ലല്ലോ, നാട്ടുകാരനായിക്കൊള്ളണമെന്നില്ല. ആർക്കും മത്സരിക്കാം, അവർക്ക് അഭിപ്രായങ്ങളും പറയാം. രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളവർക്ക് അവർക്ക് അഭിപ്രായം പറയാം. പക്ഷേ
അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതാണല്ലോ പറഞ്ഞത്. വസ്തുതാപരമായ ആരോപണമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടവരുത്തുന്ന നിലയിലാണ്. അതൊരു കാരണവശാലും ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത. അതുകൊണ്ട് അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ പറയുക. ചിലപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനൊന്നും നിവൃത്തിയില്ല. ധരിപ്പിച്ചവരുടെ നിലപാടിൽ വിധേയമായോ എന്താണെന്നറിയില്ല. അത്തരം നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതല്ല, അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഒരു പ്രദേശത്തുണ്ടായി. അത് ആവർത്തിക്കാതിരിക്കാനും അത് പടരാതിരിക്കാനുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അതാണ് അങ്ങേയറ്റ സംയമനത്തോടെ ആരും സ്വീകരിക്കേണ്ടത്. ഏതൊരു ആളും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അങ്ങനെയാണ്. നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഇലക്ഷന് കുറച്ച് വോട്ട് കിട്ടാൻ ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള നില വെച്ചുകൊണ്ട് ചില അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് സഹായകരമാവുന്നതല്ല. അതേ ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. പക്ഷേ കേസ് വിധി വന്നപ്പോൾ CPM നേതാക്കൾ ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതി വന്നു. അതേ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്നാണ് UDF സ്ഥാനാർത്ഥി ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഞാൻ ചന്ദ്രശേഖരൻ സംഭവം ഉണ്ടായ സമയത്ത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഞാനാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാവോ? അന്ന് രാത്രി തന്നെ CPM-ൻ്റെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞ ആളാണ്. അതുമായി ബന്ധപ്പെട്ട് CPM-നുള്ള യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആവർത്തിച്ച് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് ആ സംഭവം CPM-ൻ്റെ തലയിൽ കെട്ടുന്നത് ഇപ്പോൾ CPM അതിൻ്റെ അകത്ത് ഇടവന്നത് CPM-ൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ പേരിൽ അനാവശ്യമായി കേസെടുത്തു. മോഹൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസെടുത്തു. ആ കേസെടുത്ത സമയത്താണ് നമ്മൾ ഇടപെട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനന്നൊരു ചൈന യാത്ര നടത്തിയിരുന്നു. എന്നെ എന്തെല്ലാം രൂപത്തിലാണ് എന്നെ മാധ്യമങ്ങൾ എന്നെ ചിത്രീകരിച്ചത്. വള്ളി ട്രൗസറൊക്കെ ഇടിച്ചിട്ട് ഒക്കെ കാര്യങ്ങൾ നടത്തിച്ചില്ലേ? എന്നെ ചെയ്തിട്ടില്ലേ? ഞാനിവിടെ വന്നിറങ്ങിയതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം ഒരു പത്രക്കാരും നടത്തിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഏതെങ്കിലും CPM-ന് ബന്ധമുള്ളൊരു കേസാണ് എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയും. ഞാനല്ല അതിൻ്റെ മുഖ്യമായ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സെക്രട്ടറി അറിയാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. പാർട്ടിയുടെ കാര്യം അത് ഈ പാർട്ടിയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം. ജില്ലാ സെക്രട്ടറി അറിയാതെ അങ്ങനെ ഒരു ഗൂഢാലോചനയോ ആസൂത്രണമോ പാർട്ടിക്ക് നടത്താൻ കഴിയില്ല. അതാണ് പാർട്ടിയുടെ ഘടന. അപ്പോൾ അത് വെച്ചിട്ടുള്ള നിലപാടെല്ലാം നമ്മൾ പറഞ്ഞു. അതൊക്കെ ആവർത്തിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ ഒഴിവായിപ്പോയൊരു പ്രശ്നം തന്നെയാണ്. കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതതിനനുസരിച്ചുള്ള നിലപാടെടുക്കട്ടെ. നമ്മളതൊരു രാഷ്ട്രീയ വിവാദമായിട്ട് ആ പ്രശ്നം കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. CPM-ൻ്റെ നിലപാട് എന്തെന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നേതൃത്വം വരെ ആ സംഭവത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ആണല്ലോ, കള്ളക്കേസിന് പ്രതികളെ ശിക്ഷിക്കൂലേ? ഇത് ഫൈനലായോ? അല്ല ഇപ്പോൾ ഫൈനലായോ? അല്ല, അത് അന്നേരം നമുക്ക് ആലോചിച്ചിട്ട് പറയാം. രണ്ട് ഘട്ടത്തിൽ പുതുതായിട്ട് വന്ന പ്രതികളല്ല, ആ കേസിലുണ്ടായിരുന്ന ആളുകളാണ്. ആ യാഥാർത്ഥ്യം കാണണ്ടേ? അല്ല, അതിനെപ്പറ്റി ഒരു വിവാദത്തിന് ഞാനിപ്പോൾ തയ്യാറാണ്. നിങ്ങൾക്ക് എങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വിവാദത്തിനില്ല. ആ സംഭവം അതിനേറ്റൊക്കെ കോടതിയുടെ മുമ്പിൽ ഇനി ആ വിഷയം കിടക്കുന്നുണ്ട്. അത് കോടതി എന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. അല്ല, അതിൻ്റെ വസ്തുത ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട്. ഇന്നതാണ് അതിൻ്റെ വസ്തുത എന്നുള്ളത് ഞാൻ എപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ആളുകൾക്ക് താല്പര്യം വരുന്നത്? അത് പോട്ടെ, അതിനെപ്പറ്റിയൊന്നും വർത്താനം പറയണ്ട. അദ്ദേഹവും ഞാനും ഒരേ നിയമസഭയിലുള്ള ആളുകളാണ്. ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ? ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്ത് കൊടുത്തു. എന്താ പറഞ്ഞത്? അത് ആ മത്സരം നേരത്തെ പറഞ്ഞില്ലേ, പാർട്ടിക്ക് നിരക്കാത്ത നിലയിൽ ഇവർ അച്ചടക്കത്തിൽ നിൽക്കില്ല. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അവർ അരാഷ്ട്രീയമായി അരാജകമായ ജീവിതം നയിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പത്രപ്രവർത്തകർക്ക് സാധിക്കുന്ന ഞാൻ വിചാരിക്കുന്നു.
പാർട്ടി മെമ്പർഷിപ്പുള്ള ആളുകളല്ലേ ജീവിത രീതിക്ക് നോക്കും, അങ്ങനെ പരിശോധിക്കും? അങ്ങനെയല്ലല്ലോ. സമൂഹത്തിൽ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നവർ, കഞ്ചാവും മദ്യമാഫിയായിട്ട് ബന്ധപ്പെട്ടവർ സമൂഹത്തിൽ ധാരാളം ആളുകളില്ലേ? അവർക്കൊക്കെ കുടുംബപരമായി പല ബന്ധങ്ങളും ഉണ്ടാവില്ലേ? അവരെയൊക്കെ അതിൻ്റെ രാഷ്ട്രീയ ബന്ധമായിട്ട് സ്ഥാപിക്കാനാവും. അപ്പോൾ അത്തരമൊരു നിലപാടെടുക്കുന്ന അരാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഭാഗത്തെ പാർട്ടിയുമായി ബന്ധിപ്പിക്കാനോ അടുപ്പിക്കാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല. ഇത് 4 പേര് മാത്രമാണ്, അതിൽ കൂടുതൽ ആൾക്കാർ ഈ സംഭവത്തിലുണ്ടായി അത് അന്വേഷിക്കട്ടെ, നമുക്കറിയില്ല. ഇപ്പം 4 ആളെ പേരാണ് ഇപ്പോൾ വന്നത്. അതിലൊരാൾ മരിച്ചു, 3 ആൾ ആശുപത്രിയിലാണ്, വിവിധ ആശുപത്രികളിലായിട്ട് ചികിത്സയിൽ എന്നാണ് നമുക്ക് അറിഞ്ഞ വിവരം. ബാക്കി നമുക്ക് അന്വേഷിക്കാം. പോലീസും അന്വേഷിച്ച് എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു കൊണ്ടുവരട്ടെ. അവരാണല്ലോ ഇത് പരിശോധിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്. നമ്മൾ പിന്നെ നാട്ടിലെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളത് അറിയാൻ വേണ്ടി ശ്രമിക്കും, അത്രയേ ഉള്ളൂ. ചോദിക്കട്ടെ, സ്ഫോടനത്തിൽ മരിച്ച ആളാണോ? പരിക്കേറ്റവരിൽ ഒരാളുണ്ടെന്നാ നമുക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് എത്ര ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കും? ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ആരാന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ട്? എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കും. ഞാൻ പറയട്ടെ, എൻ്റെ അടുത്ത് വന്നിട്ടും നിരവധി ആളുകൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആരാ ഫോട്ടോ എടുക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയാറില്ല. ശൈലജ ടീച്ചർ എടുത്തും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ശൈലജക്ക് പരിചയം ഉണ്ടെങ്കിലും നമുക്കറിയില്ല. ടീച്ചർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് ആരാണ് വന്നു ചേരുന്നത് എന്നുള്ളതൊന്നും നോക്കാൻ നമുക്ക് കഴിയില്ല. അതൊരു എവിഡൻസ് ആയിട്ട് എടുത്തിട്ട് പറയാനൊന്നും കഴിയില്ല. അതാണ് അതിൻ്റെ വസ്തുത. ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ മറുപടി. ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചതാണെന്നും അത് UDF-ലെ പല നേതാക്കളെയും സ്ഥാനാർത്ഥി അടക്കം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നൊക്കെയാണ് ഷാഫി പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞാൽ മതി. അത് ചെറിയൊരു ആരോപണമല്ല. കാരണം ലോക്സഭാ അത് അവർ കൊണ്ടുവരട്ടെ, അവർ തെളിയിക്കട്ടെ, അവർ പരാതി രേഖാമൂലമായിട്ട് പരാതി കൊടുക്കട്ടെ എന്നുണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതാണ് അദ്ദേഹം പ്രകോപനപരമായി സംസാരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാൻ കാരണം. ഒരിക്കലും ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അത് അവരുടെ പൂർവ്വകാല അനുഭവം വെച്ചിട്ട് പറയുന്നതായിരിക്കും. ഞങ്ങൾക്കങ്ങനെ അനുഭവമൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഒരു നിലപാടെടുത്തില്ല. എത്ര ഇവിടുത്തെ പത്രക്കാർക്ക് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിൻ്റെ അനുഭവങ്ങളില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണോ? UDF-മായോ കോൺഗ്രസുമായോ കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു പരസ്പരം അലോഗ്യമുണ്ടാകുന്ന ഒരു സംഭവവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോ സമീപകാലത്തോ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ ആശങ്കപ്പെടുന്നത് ഇലക്ഷനിലെ വോട്ടുമായി ബന്ധിപ്പിച്ച് ആശങ്കപ്പെടുന്നതല്ലാതെ അവിടെ കോൺഗ്രസുമായോ UDF-മായോ കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ യാതൊരു സംഘർഷ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ ഈ വിഷയത്തെ വോട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന രാഷ്ട്രീയത്തിൽ നിങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ കാണൂ. സർക്കാരിനെതിരായ ആക്ഷേപങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ഒരു ശ്രമമായിട്ടാണ് UDF സ്ഥാനാർത്ഥി അറിയിച്ചത്. അതിൽ UDF സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ബോംബിൻ്റെ സവിശേഷതകളെക്കുറിച്ചും മറ്റൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ സാങ്കേതിക കാര്യമെല്ലാം പറയാൻ ബുദ്ധിമുട്ടാണ്. കെ സുധാകരൻ നേരത്തെ അതിൻ്റെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞതായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹവും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കൂത്തുപറമ്പ് തലശ്ശേരി മേഖലകളിൽ ഈ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? അതിലെന്തെങ്കിലും അന്വേഷണം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ലേ? അല്ല, ഇവിടെ ബോംബ് നിർമ്മിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളയണം. CPM അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല.